ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെ സി സാറാണ്, ജിതിൻ സാറാണ്. മക്കളെ, സാർ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് അറിയോ? നമുക്കറിയാം, SSLC എക്സാമിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, ഏറ്റവും കൂടുതൽ മാർക്കുകൾ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി. അല്ലെ, ജോഗ്രഫിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ചാപ്റ്റർ ആണ് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ റെഡി അല്ലേ? ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഒന്ന് നിങ്ങൾ കാണേണ്ടത് 7ാമത്തെ ചാപ്റ്റർ ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്, ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി. ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, അതായത് ഈ പറയുന്ന വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ, മക്കളെ, അത് വേറൊന്നുമല്ല. പ്രധാനമായിട്ട് നിങ്ങൾക്ക് ചോദിക്കേണ്ടത് ഹിമാലയത്തിനെ കുറിച്ച് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഹിമാലയത്തിനെ കുറിച്ച്, ഹിമാലയത്തിന്റെ 3 ഭാഗങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഈ 3 ഭാഗങ്ങളിലെ ഈ 3 ഭാഗങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം വർഷങ്ങളായിട്ട് ഓരോ ഭാഗങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ 1-2 ഭാഗങ്ങൾ, അല്ലെങ്കിൽ മുഴുവനായിട്ടൊക്കെ എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക. നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിന് 3 ഭാഗങ്ങളുണ്ട്. ട്രാൻസ് ഹിമാലയ, അതുപോലെ ഈസ്റ്റേൺ ഐലാൻഡ്സ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ് ഹിമാലയം, അതുപോലെ കിഴക്കൻ മലനിരകൾ. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏതിലാണ്? ഹിമാലയത്തിലാണ്. ഹിമാലയത്തിന് 3 പ്രധാനപ്പെട്ട ഈ ഒരു വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. പഠിച്ചു വെക്കട്ടോ, ഈ 3 അതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഒരു ചോദ്യം, ഒരു പ്രീവിയസ് ഇയർ ചോദ്യം നോക്ക്. Write a brief note on Sivaliks that belong to the northern mountain. അല്ലെ, നിങ്ങൾക്കൊക്കെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായ സിവാലിക്കിനെ കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാൻ. മക്കളെ, സിവാലിക്കിനെ കുറിച്ചാണ് അത് നിങ്ങൾ കണ്ടത്. പ്രധാനമായിട്ടും ആ ചോദ്യം വന്നിട്ടുള്ളത് ഈ പറഞ്ഞ 2018 എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2 മാർക്കിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം കൂടി നോക്കിക്കോളി. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹിമാദ്രി ആൻഡ് ഹിമാചൽ. അതായത് ഒന്നില് സിവാലിക്കിനെ കുറിച്ചാണ് ചോദിച്ചതെങ്കിൽ, അടുത്ത വർഷത്തിൽ പ്രധാനമായിട്ട് 2021 ചോദിച്ചിട്ടുള്ളത് ഹിമാദ്രിയെ കുറിച്ചും ഹിമാചലിനെ കുറിച്ചുമാണ്. ഈ പറയുന്ന ഹിമാദ്രിയെ കുറിച്ചും ഹിമാചലിനെ കുറിച്ചും. മക്കളെ, ഏകദേശം ഒരു 6 മാർക്കിനാണ് എന്ത് ചെയ്തത്, ആ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത് വലിയൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്നുള്ളത് മക്കൾ മനസ്സിലാക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇത്, 1ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അതാണ് ഇത് ഹിമാദ്രി, 2ാമത്തെ ഭാഗമാണ് ഇത് ഹിമാചൽ, 3ാമത്തെ ഭാഗമാണ് ഇത് സിവാലിക്. എല്ലാവർക്കും അറിയാം. മക്കളെ, ഇതൊക്കെ പഠിക്കാൻ സിമ്പിൾ സാധനങ്ങൾ കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കണം, ഹിമാദ്രിയാണ് ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. ഏതാണ്? ഹിമാദ്രിയാണ്. അതുപോലെ തന്നെ ഹിമാചൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്ററിലാണ്. അപ്പൊ നോക്കിയാൽ മതി, ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കുക, ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് അല്ലെ, ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളൊക്കെ കാണുന്ന എവിടെയാണ്? ഹിമാദ്രിയിലാണ്. അതുകൂടാതെ നിങ്ങൾ നോക്കിയാൽ മതി, അതിന്റെ ആൾട്ടിറ്റ്യൂഡ് നോക്കാം, ഉയരം നോക്കാം. നിങ്ങൾ നോക്കണേ, 6000 മീറ്റേഴ്സ് ആണ്. ഈ പറയുന്ന 6000 അല്ലെങ്കിൽ 6000 മീറ്റേഴ്സ് ആണ്. മക്കളെ, 6000 ആണ് ഇവിടെ ഹിമാദ്രിയുടെ പ്രധാനപ്പെട്ട ഹൈറ്റ്. 6000 മീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇത് പഠിക്കാൻ സിമ്പിൾ ആണ്. 6000ന്റെ പകുതി ആലോചിക്കുക. അപ്പൊ എത്രയാണ്? 3000 ആണ്. 6000ന്റെ പകുതി എത്രയാണ്? 3000 മീറ്റേഴ്സ് ആണ്. മക്കളെ, നിങ്ങൾ നോക്ക്, ഹിമാചലിന്റെ ഉയരം എന്ന് പറയുന്നത്, തൊട്ടടുത്ത ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. 3000 മീറ്റർ ആണ് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് വരുന്നത്, അല്ലേ? ആൾട്ടിറ്റ്യൂഡ്. ഇനി നോക്കിക്കോട്ടോ, 3000ന്റെ പകുതി 1500 ആണ്. ഇവിടെ 1500 അല്ല, പകരം 1220 മീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ നോക്കണേ, ഇതൊക്കെ ഒരു കണക്ഷൻ ആണ്. അതായത് നമ്മുടെ ആൾട്ടിറ്റ്യൂഡ്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന ഉയരമൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഒരു 6000 എന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ ഹിമാദ്രി 6000, ഈ പറയുന്ന ഹിമാചലിന്റെ 3000, ആ പറയുന്ന സിവാലിക്കിന്റെ എത്രയാണ്? ഈ പറയുന്ന 1220 മീറ്റർ. അത്രയേ ഉള്ളൂ, അല്ലെ? ഇത് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കി, പ്രധാനമായിട്ടും ഒറിജിൻ ഓഫ് റിവേഴ്സ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഇതൊക്കെ ഹിമാദ്രിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള പീക്സ് ഉള്ള ഈ കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പീക്കുകൾ എന്താണ് അവിടെയാണുള്ളത്. അപ്പൊ ഉയരം കൂടിയ സ്ഥലമാണ്. അപ്പൊ ഉയരം കൂടിയ സ്ഥലത്ത് നിന്നാണ് റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഉയരം കൂടിയ സ്ഥലത്തായിരിക്കും പീക്കുകൾ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഇനി ഹിമാചലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ട് 3000 മീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്, അല്ലേ? ഈ പറയുന്ന 3000 മീറ്റേഴ്സ് ആണ് അതിന്റെ ആൾട്ടിറ്റ്യൂഡ്. ഇനി നിങ്ങൾ നോക്കിയാൽ മതി, നമുക്ക് പറയാൻ പറ്റും, ഈ പറയുന്ന ഹിമാദ്രിയുടെ നേരെ താഴെയാണ് ആര്? ഹിമാചൽ ഉള്ളത്. അപ്പൊ നമുക്ക് താഴെയാണല്ലോ. താഴെ എന്ന് പറയുമ്പോൾ നോർത്ത്, സൗത്ത്. നിങ്ങൾ നോക്കിക്കോളി, സിറ്റുവേറ്റഡ് ദ സൗത്ത് ഓഫ് ദി ഹിമാദ്രി. ഹിമാദ്രിയുടെ താഴെയാണ് ആരുള്ളത്? ഈ പറയുന്ന ഹിമാദ്രിയുടെ താഴെയാണ് ആരുള്ളത്? ഹിമാചൽ ഉള്ളത്. ഇനി ഈ ഹിമാചലിന്റെ താഴെയാണ് ആര്? സിവാലിക് ഉള്ളത്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? സിറ്റുവേറ്റ്, നിങ്ങൾ നോക്കി, സിവാലിക് ആണെങ്കിൽ നോക്ക്, സൗത്ത് ഓഫ് ദി ഹിമാചൽ. അപ്പൊ നോക്കണേ, ഏറ്റവും ടോപ്പിൽ ശ്രദ്ധിക്കണേ, ഏറ്റവും ടോപ്പിൽ ആര് വന്നു? ഹിമാദ്രി വന്നു. ഹിമാദ്രിയുടെ താഴേക്ക് ആര് വന്നു? ഈ പറയുന്ന ഹിമാചൽ വന്നു. ഹിമാചലിന്റെ താഴോട്ട് ആര് വന്നു? ഈ പറയുന്ന സിവാലിക് വന്നു. സിവാലിക്സ് വന്നു. കണ്ടില്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിങ്ങനെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യാം, ആ പോയിന്റിലേക്ക് എത്താൻ പറ്റും. ഇനി
ഹിമാചലിനകത്ത് പറയുന്നത് ആകെ ഹിൽ സ്റ്റേഷൻസ്. ഹിമാചലിനകത്ത് കാണുന്നത് ഹിൽ സ്റ്റേഷൻസ് ആണ്. ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സുഖവാസ കേന്ദ്രങ്ങളാണ്. പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ വേറൊന്നുമല്ല, സുഖവാസ കേന്ദ്രങ്ങൾ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സുഖവാസ കേന്ദ്രങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത് കേട്ടോ. സുഖവാസ കേന്ദ്രങ്ങളെ നമ്മൾ പറയുന്നത് ഹിൽ സ്റ്റേഷൻസ് എന്നാണ് മലയാളത്തിൽ, ഇംഗ്ലീഷ് പറയാ ഹിൽ സ്റ്റേഷൻ. ഹിൽ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്, പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ കേട്ടോ. സുഖവാസ കേന്ദ്രങ്ങൾ. സുഖവാസ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ് ഈ പറയുന്ന ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി. ഇതൊക്കെ ഇവിടെയാണ് ഉള്ളത്. ഇനി ഇപ്പോഴത്തേക്ക് വേണമെങ്കിൽ സിവാലിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ സിവാലിക്കിൽ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന നോക്കണേ, സിവാലിക് എന്ന് പറഞ്ഞാൽ ഹിമാദ്രിയുടെ നേരെ താഴെയാണ് ആരുള്ളത്, സിവാലിക് ഉള്ളത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് സിറ്റുവേറ്റഡ് ദ സൗത്ത് ഓഫ് ദി ഹിമാചൽ എന്ന് പറയാൻ പറ്റും. അങ്ങനെ സിവാലിക് പറയാം. സിവാലിക്കിന്റെ ഇതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 1200 മീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒരു പോയിന്റ് കണക്ട് ചെയ്ത് നമുക്ക് അങ്ങനെ പഠിച്ചു. ഇനി അതിൽ നിങ്ങൾ കണ്ടത് ആകെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവിടെയാണ് ഡ്യൂൺസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നതാണ് ഇവിടെ കാണുന്ന ഒരു സാധനമാണ് ഡ്യൂണുകൾ. എന്താണ് മക്കളെ ഡ്യൂണുകൾ? ഡ്യൂൺ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, ഡ്യൂണുകൾ എന്ന് പറഞ്ഞാൽ അത് ബ്രോഡ് ഫ്ലാറ്റ് വാലീസ് ആണ്. ഡ്യൂൺസ് ആർ എ ബ്രോഡ് ഫ്ലാറ്റ് വാലീസ്. അതായത് നമ്മുടെ ഡെറാഡൂൺ ഒക്കെ പോലെ സ്ഥലം, അതായത് ഭയങ്കര കുന്ന്, ഇതുപോലെ തന്നെ കുന്ന് പോലെ സ്ഥലമായിരിക്കും. ആ കുന്നിന്റെ മുകളിൽ ഇതുപോലെ തന്നെ നല്ല വിസ്തൃതിയുള്ള താഴ്വരകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഡ്യൂണുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഡെറാഡൂൺ ഒക്കെ അങ്ങനെയുള്ള സ്ഥലമാണ്. ഇത്ര പോയിന്റ് എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ ആ കുഞ്ഞുങ്ങളെ പഠിച്ചു വെച്ചോളി. നമ്മുടെ ഈ പറയുന്ന ഹിമാലയത്തിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഹിമാദ്രി, ഹിമാചലി, സിവാലിക്. അപ്പൊ നിങ്ങൾ നോക്കണം, ഇതിൽ ആദ്യം തന്നെ ഒന്ന് ഹിമാദ്രിയാണ് ഏറ്റവും ഹയസ്റ്റ് ഉള്ളത്. ഏറ്റവും ടോപ്പ് ഉള്ളത് ആരാണ്, ഹിമാദ്രിയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ ഹിമാദ്രിയാണ്. അതിന്റെ സൗത്തിലാണ് ഈ ഹിമാദ്രിയുടെ സൗത്തിലാണ് ആരുണ്ടാകുന്നത്, ഈ ഹിമാചൽ ഉണ്ടാകുന്നത്. അതിന്റെയും സൗത്തിലാണ് ആരുണ്ടാകുന്നത്, ഈ സിവാലിക് ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് എന്ത് ചെയ്യാം, പോരാൻ പറ്റും. പിന്നെ അടുത്ത നിങ്ങൾ കാണേണ്ടത് ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് ആണ്. ആൾട്ടിറ്റ്യൂഡ് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് 6000 ആണെങ്കിൽ 6000ന്റെ പകുതി നോക്കിയാൽ മതി 3000. ആ 3000 ആണ് ഇത് ഹിമാചൽ. ആ 3000ന്റെ പകുതി 1500 ആണ്. 1500 ഇല്ല, ഇവിടെ 1220 ആണ്. അതാണ് എഴുതുള്ളത്, സിവാലിക് ഉള്ളത്. അങ്ങനെ നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇനി നിങ്ങൾ കണ്ടത് ഹിമാചൽ എന്ന് പറഞ്ഞാൽ ഹിമാചലിനകത്ത് സുഖവാസ കേന്ദ്രങ്ങളാണ് ഫേമസ് ആയിട്ടുള്ളത്, ഹിൽ സ്റ്റേഷൻസ് ആണ്. സിവാലിക് ആണെങ്കിൽ അത് അവിടെ എന്താണ്, ഡ്യൂൺസ് ആണ്. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാം വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഇത് ഓർത്ത് വെച്ചോളാം. ഇനി അടുത്തത് മക്കളെ നോക്കേണ്ടത്, ഇതിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്. അപ്പൊ അതാ ഇതിന്റെ മലയാളം കൂടി അവിടെ ഉണ്ട്, അത് മക്കൾ നോക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് 2021 തന്നെ ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ് മക്കളെ, ശ്രദ്ധിച്ചോളി. ചോദ്യം നോക്ക്. പോയിന്റ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ്. എക്സാമിന് ചോദിക്കുന്നതാണ്. ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുക. ഒരു 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2021 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തര പർവ്വത മേഖലയുടെ പ്രധാനപ്പെട്ട പ്രാധാന്യം. മക്കളെ, ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യം ഞാൻ ഏറ്റവും ഷോർട്ട് ആക്കി നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ നോക്കിയാൽ മതി, പ്രൊട്ടക്ടിങ് അസ് ഫ്രം ഫോറിൻ ഇൻവേഷൻ ആണ്. ഫോറിൻ ഇൻവേഷൻ അല്ലെ, ഈ പറയുന്ന വിദേശ ആക്രമണത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ രക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ്. വൈദേശിക ആക്രമണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്, അറിയാം. പിന്നെ അടുത്ത നോക്ക്, ഇറ്റ് ബ്ലോക്ക് ദ മൺസൂൺ വിൻഡ്. മൺസൂൺ വിൻഡുകൾ എന്ത് ചെയ്യുന്നു, തടഞ്ഞു നിർത്തുന്നു. മൺസൂൺ കാറ്റുകളെ എന്ത് ചെയ്യുന്നു, ഇത് തടഞ്ഞു നിർത്തുന്നു അല്ലെ. അപ്പൊ ആദ്യം വിദേശ ആക്രമണങ്ങൾ, രണ്ടാമത്തെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു, മൂന്നാമത്തെ നോക്ക് പ്രിവെന്റ് ദ ഡ്രൈ കോൾഡ് വിൻഡ്. ഈ വരണ്ട ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. വരണ്ട ശീതക്കാറ്റിനെ എന്ത് ചെയ്യുന്നു, ഇത് തടഞ്ഞു നിർത്തുന്നു. പിന്നെ ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ അല്ലെ, ഈ പറയുന്ന വൈവിധ്യമാർന്ന സസ്യജന്തു ജാലങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ ലാസ്റ്റ് ഉള്ളതാണ് സോഴ്സ് റീജിയൻ ഓഫ് റിവേഴ്സ് അല്ലെ, പ്രധാനപ്പെട്ട നദികളുടെ ഉത്ഭവ കേന്ദ്രമാണ്. ഇത്രയും പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ. ഇതിൽ എത്ര പോയിന്റ് വരുന്നുണ്ട്, 5 പോയിന്റുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കുന്നത്. 5 പോയിന്റ്. മക്കളെ, ഞാനിത് പറയുന്നു, ഇത് ഇങ്ങനെയൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ നോക്കിയാൽ മതി. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ബ്ലോക്ക് ദ ഫോറിൻ ഇൻവേഷൻ. വിദേശ ആക്രമണത്തിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതൊന്ന്. അടുത്ത നോക്കിയാൽ മതി, നിങ്ങൾക്ക് നോക്കിയാൽ മതി, ബ്ലോക്ക് ദ മൺസൂൺ വിൻഡ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു. അപ്പൊ ഇതൊക്കെ തടഞ്ഞു നിർത്തുകട്ടെ, ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാണ്. വിദേശ ആക്രമണത്തിനെ, മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. അതുപോലെ ഡ്രൈ കോൾഡ് വിൻഡിനെ എന്ത് ചെയ്യുന്നു, തടഞ്ഞു നിർത്തുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. നമുക്ക് ഈ പറയുന്ന ബ്ലോക്ക് ചെയ്യുന്ന, പ്രധാനപ്പെട്ട തടഞ്ഞു നിർത്തുന്ന അല്ലെ, ബ്ലോക്ക് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്, 3 എണ്ണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നത് എന്തിനാ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ, അത് മക്കളെ വേറൊന്നുമല്ല, ഈ പറയുന്ന ഫോറിൻ ഇൻവേഷനെ തന്നെയാണ് അല്ലെ. ഫോറിൻ ഇൻവേഷനെയാണ് എന്ത് ചെയ്യുന്നത്, തടഞ്ഞു നിർത്തുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന വിദേശ ആക്രമണത്തിനെ എന്ത് ചെയ്യുന്നു, തടഞ്ഞു നിർത്തുന്നു. അതാണ് ഒന്നാമത്തത്. വിദേശ ആക്രമണത്തിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതാണ് ഇത് ഒന്നാമതായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി അടുത്ത നോക്കിയോളി. അടുത്തത് പ്രധാനമായിട്ട് എന്തിനാണ് തടഞ്ഞു നിർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്കറിയുന്നതാണ് മൺസൂൺ വിൻസിനെയാണ്. അടുത്താണ് ഇത് മൺസൂൺ വിൻസ് അല്ലെ. മൺസൂൺ കാറ്റുകളെ എന്ത് ചെയ്യുന്നു, തടഞ്ഞു നിർത്തുന്നു. അപ്പൊ രണ്ടാമത്താണ് ഇത് മൺസൂൺ കാറ്റുകൾ എന്ത് ചെയ്യുന്നു, തടഞ്ഞു നിർത്തുന്നു അല്ലെ. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു. ഈ തേർഡ് വൺ എന്താണ്,
ഡ്രൈക്കോൾഡ് വിൻസ് ആണ്. ഡ്രൈക്കോൾഡ് വിൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രൈക്കോൾഡ് വിൻസ് അല്ലെങ്കിൽ വരണ്ട ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. വരണ്ട ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക, ഈ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ തടയുക അല്ലെ, ഈ പറയുന്ന ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന തടയുക എന്ന് പറയുന്നത് മൂന്നെണ്ണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൈൻ റേഞ്ചസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചൂടെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ, ഈ ബ്ലോക്ക് ദ അല്ലെ, അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൈൻസ് ബ്ലോക്ക് ദ ഫോറിൻ ഇൻവേഷൻ, നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ നോർത്തേൺ മൗണ്ടൈൻസ് ബ്ലോക്ക് ദ മൺസൂൺ വിൻസ്, നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഇനി നോർത്തേൺ മൗണ്ടൈൻസ് ബ്ലോക്ക് ദ ഡ്രൈക്കോൾഡ് വിൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു സാധനമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്, ടെക്സ്റ്റിലുള്ളത്. അതേപോലെ ബൈഹാർഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ പറയുന്ന സോഷ്യലൊക്കെ തന്നെ മാക്സിമം നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ സോഷ്യലിനകത്തുള്ള 21 ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 15 എണ്ണം നിങ്ങൾക്ക് എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റുക. ഇങ്ങനെയാണ് മക്കൾ മനസ്സിലാക്കി കേട്ടോ. അപ്പൊ ഇത് സുഖല്ലടാ, ഇത് സുഖല്ലേ, ഈ 3 എണ്ണം എല്ലാവർക്കും പഠിച്ചു വെച്ചൂടെ, ബാക്കി 2 എണ്ണം അല്ലേ അത് നിങ്ങൾക്ക് പറഞ്ഞൂടെ, ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ അല്ലെങ്കിൽ വൈവിധ്യ സസ്യ ജന്തുജാലങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ സോഴ്സ് റീജിയൻ ഓഫ് റിവേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന നദികളുടെ ഉത്ഭവ കേന്ദ്രം, നിങ്ങൾക്ക് എഴുതിക്കൂടെ, ആ 2 എണ്ണം എഴുതിക്കൂടെ. ആ 2 എണ്ണം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് എഴുതിക്കൂടെ, കാരണം ഇത് ചോദിക്കുകയാണെങ്കിൽ ഒരു 3-4 മാർക്കിനെ ചോദിക്കുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ 3 പോയിന്റ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു, പഠിച്ചു വെച്ചു. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇനി മക്കൾസെ അടുത്ത് നോക്കിയോളൂ. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ അത് മക്കളെ വേറൊന്നുമല്ലടാ, ദേ പിടിച്ചോളൂ. എക്സാമിനൊക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നോക്കിയോളൂ, ഹിമാലയൻ റിവേഴ്സും അതുപോലെ തന്നെ പെനിൻസുലാർ റിവേഴ്സും എക്സാമിന് ചോദിക്കുന്നുണ്ട്, എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിമാലയൻ റിവേഴ്സ് ആൻഡ് പെനിൻസുലാർ റിവേഴ്സ്? ഹിമാലയൻ റിവേഴ്സും പെനിൻസുലാർ റിവേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ത്, എക്സാമിന് ചോദിക്കാറുണ്ട്. അത് കൂടാതെ മക്കളെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിനൊക്കെ ഏതെങ്കിലും ഒന്ന്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒന്ന് ചോദിക്കും, ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ഏതെങ്കിലും ഒന്ന്, മിക്കവാറും ചിലപ്പോൾ ഹിമാലയ ആയിരിക്കും അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സ് ആയിരിക്കും. ഞാൻ പറയുന്നു ഇത് ചോദിക്കുകയാണെങ്കിൽ ഒരു 4 മാർക്കിനാണൊക്കെ ചോദിക്കുക, ഏറി വന്നാൽ ഒരു 4 മാർക്കിനാണ് ഈ പറഞ്ഞ ഹിമാലയൻ നദികളും ഉപദ്വീപിയൻ നദികളും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുക, ചോദിക്കുക ഒരു 4 മാർക്കിന്. ഞാൻ പറയുന്നത് മൊത്തം നിങ്ങൾ നോക്കിയാൽ മതി, ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, ഏകദേശം ഒരു 12 കോളംസ് ഉണ്ട്, ഓരോന്നിലും 6 പോയിന്റ് വീതം, ഏകദേശം ഒരു 12 കോളംസ് ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു 12 കോളത്തിനകത്ത് നിങ്ങൾ വെറും 12 കോളത്തിനകത്ത് വെറും 4 കോളം പഠിച്ചാൽ മതി, ഒരു 4 ബോക്സ് ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതെങ്ങനെയാണെന്നല്ലേ, അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് മൊത്തം ഈ കാണുന്ന കോളത്തിനകത്ത് ഞാൻ പറയുന്നു നിങ്ങളോട് ഒരു 4 എണ്ണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറയാം, 4 എണ്ണം ഞാൻ നോട്ട് ചെയ്യും, ആ നോട്ട് ചെയ്യുന്ന ഓർത്ത് വെച്ചോളി. ഒന്നാമത്തത് ഈ കോളാണ്, ഇത് ഫസ്റ്റ് 1, പിന്നെ രണ്ടാമത്തത് ഇതാണ്, രണ്ടാമത്തത് 3 ഇത് തന്നെ, നാലാമത്തത് ഈ സാധനം. ഈ 4 എണ്ണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഹിമാലയൻ റിവേഴ്സ് നോക്കണം മക്കളെ, ആദ്യത്തെ തന്നെയാണ് ഹിമാലയൻ റിവേഴ്സ്. ഹിമാലയൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ബിഗ്ഗസ്റ്റ് റിവേഴ്സ്. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ റിവർ ആരാണ്, ഹിമാലയാണ്. പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചെറുതാണ്. ഇതെല്ലാവർക്കും അറിയാലോ. ഈ ഹിമാലയം എന്ന് പറഞ്ഞാൽ ബിഗ് എന്ന് ഓർത്താൽ മതി. ഹിമാലയം എന്ന് പറഞ്ഞാൽ ബിഗ്, ആ ബിഗ് എന്നുള്ള കോഡ് തന്നെ ഹിമാലയൻ റിവേഴ്സിന്റെ 3 എണ്ണത്തിന്റെ പേരും കിട്ടും. ബി എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രയാണ്, അതുപോലെ തന്നെ ഐ എന്ന് പറഞ്ഞാൽ ഇൻഡസ് ആണ്, അതുപോലെ തന്നെ ജി എന്ന് പറഞ്ഞാലാണ് ഗംഗയാണ്. ആ ബിഗ് എന്നുള്ള ഇതിൽ നിങ്ങൾക്ക് അതന്നെ കിട്ടും. അത് കറക്റ്റ് അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കോട്ടോ, ഇതിനകത്ത് ഓരോന്നും നിങ്ങൾ നോക്കിയാൽ ഹിമാലയത്തിന്റെ എല്ലാം വരുമ്പോൾ അതെല്ലാം എന്തായിരിക്കും, അത് വലുതാക്കിയായിട്ട് എഴുതിയത്, ഇതെല്ലാം വലുതാണ്. പിന്നെ ഇത് ഈ പറഞ്ഞ പെനിൻസുലർ വരുമ്പോൾ എല്ലാം എന്താണ്, ചെറുതാണ്. പെനിൻസുലറിന്റെ എല്ലാം എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. ഒരു സ്ഥലത്ത് ബിഗും ഒരു സ്ഥലത്ത് എന്തായിരിക്കും, സ്മോൾ ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. അല്ല സ്മോൾ അല്ലെങ്കിൽ ലെസ്, അങ്ങനെ എഴുതിയാൽ മതി. കുറച്ചങ്ങ് എഴുതിയാൽ മതി. ആദ്യം തന്നെ നോക്കിയാൽ ഹിമാലയത്തിന്റെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോയി നോക്കണേ, ഒറിജിനേറ്റ് ഫ്രം ഹിമാലയൻ മൗണ്ടൈൻ റേഞ്ചസ്. നമുക്കറിയാം ഹിമാലയൻ നദികൾ ഹിമാലയത്തിൽ നിന്നാണുള്ളത്, അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കോമൺ പോയിന്റ് ആണ്. അപ്പൊ പെനിൻസുലാർ റിവേഴ്സ് കിട്ടല്ലോ, അത് നമുക്ക് പറയാൻ പറ്റും പെനിൻസുലാർ റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം പെനിൻസുലാർ പ്ലാറ്റ്യൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്നാണ്. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന പോയിന്റ് ആണ്. ഓക്കെ, കിട്ടി. അടുത്ത പോയിന്റ് നോക്കി കേട്ടോ, എക്സ്റ്റെൻസീവ് കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ അവിടെ പറയുന്നുണ്ട് നോക്കണേ, അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശം. അതിവിസ്തൃതാണ്, എക്സ്റ്റെൻസീവ് ആണ്, അപ്പൊ വലുതാണ്. എക്സ്റ്റെൻസീവിന്റെ നേരെ ഓപ്പോസിറ്റ് ഏരിയ ഏത്, ഈ പറയുന്ന നമ്മുടെ പെനിൻസുലാർ റിവേഴ്സിലേക്ക്. അപ്പൊ എക്സ്റ്റെൻസീവിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്മോളർ. കണ്ടോ, സ്മോളർ കാച്ച്മെന്റ് ഏരിയ അല്ലെ. ഒരു സ്ഥലത്ത് എക്സ്റ്റെൻസീവ് ആണെങ്കിൽ ഇവിടെ എന്താണ്, സ്മോളർ കാച്ച്മെന്റ് ഏരിയ ആണ്. ഇനി ഇപ്പുറത്തേക്ക് നോക്കാം, നിങ്ങൾ നോക്കട്ടെ, ഇന്റൻസീവ് ഇറോഷൻ, അതായത് അപരദനം കൂടുതലാണ്. ഇത് അവിടെ പറയുന്നുണ്ട് അപരദന തീവ്രത കൂടുതൽ എന്ന് പറയുന്നുണ്ട്, കൂടുതലാണ്. അപ്പൊ കൂടുതലുള്ളതിന്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് ഭാഗം എഴുതണം. അപ്പൊ എന്തായിരിക്കും, കൂടുതലുള്ളതിന്റെ എന്തായിരിക്കും, കുറവ്. കണ്ടോ, അപരദന തീവ്രത
താരതമ്യേന കുറവ്. കണ്ടോ, കുറവാണ്. ഇനി അവിടെയാണ് നോക്കിയോളൂ, ഇന്റൻസീവ് ഇറോഷൻ ആണെങ്കിൽ കണ്ടോ ഇവിടെ ലെസ് ഇറോഷൻ. കണ്ടോ, ലെസ്. അപ്പൊ ഇവിടെ കൂടുതലാണെങ്കിൽ ഇവിടെ കുറച്ച് ചെയ്ത്, എല്ലാം കുറച്ച് ചെയ്ത. ഇനി അടുത്ത നോക്കിയോട്ടെ, നാലാമത്തെ നോക്കിയോളൂ, ഹൈ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ, ഉയർന്ന ജലസേചന ശേഷി ഹൈ ആണ്. അപ്പൊ ഹൈ ആവുന്നതിന് അതിന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? ലെസ് ആയിരിക്കും. അപ്പൊ നോക്ക്, കണ്ടോ ഇവിടെ ലെസ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. കണ്ടോ ഇവിടെ ലെസ് ആണ്. അപ്പൊ നോക്ക് മക്കളെ, ഇവിടെ ഉയർന്ന ജലസേചന ശേഷി, ഇവിടെ കുറഞ്ഞ ജലസേചന ശേഷി. കണ്ടില്ലേ? അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ പഠിക്കേണ്ടത് ഈ ബോക്സ് പഠിക്കണം, ഈ ബോക്സ് പഠിക്കുക, പിന്നെ ഞാൻ ഈ കാണിച്ച ഈ ബോക്സ്. ഈ 4 ബോക്സുകൾ മക്കളെ, കുഞ്ഞുങ്ങളെ പഠിച്ചു വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഹിമാലയൻ റിവേഴ്സിന്റെ ഈ 4 ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏത് കിട്ടി? ഈ പെനിൻസുലാർ റിവേഴ്സിന്റെ ഇത് കിട്ടി. കണ്ടില്ലേ? ഇതൊന്നും ബൈഹാർഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടോ, ഒന്നും ബൈഹാർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ സിമ്പിൾ ആയി കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി മക്കളെ നോക്ക്, ഇതിനകത്ത് ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കേണ്ടത് ഇനിയകത്ത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ വേറൊന്നും അല്ലടാ. ഇതിനകത്ത് ഇനി നമ്മൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അത് മറ്റൊന്നല്ല മക്കളെ, പ്രധാനപ്പെട്ട കോസ്റ്റൽ റീജിയനെ കുറിച്ചാണ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട കോസ്റ്റൽ പ്ലെയിൻസിനെ കുറിച്ചാണ്. എക്സാമിനൊക്കെ പ്രധാനമായിട്ട് കോസ്റ്റൽ പ്ലെയിൻസ്, ഇന്ത്യയുടെ കോസ്റ്റൽ പ്ലെയിൻസിനെ കുറിച്ച് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ വരും. അപ്പൊ നിങ്ങൾക്കറിയാം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും അതുപോലെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭാഗത്ത് നിന്ന് പഠിക്കുന്നുണ്ട്. ഇതും നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതാ ഞാൻ ഒരു മാപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കണേ, ഇതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇതാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇതാണ് ഇത് പടിഞ്ഞാറൻ തീരസമുദ്രം. ഇനി ഇപ്പുറത്താണെങ്കിൽ ഇതാണെങ്കിലോ, ഇത് കിഴക്കൻ തീരസമതലം. എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഒരു ഭാഗത്ത് റെഡി അല്ലേ? ഇനി ഇത് സിമ്പിൾ ആയിട്ട് പറയാം. പടിഞ്ഞാറൻ തീരസമതലം റാൺ ഓഫ് കച്ച് മുതൽ എവിടെയാണ്? ഈ കന്യാകുമാരി വരെയാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പ്രധാനമായിട്ട് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് ആണ്. ഈ സ്ഥലം ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇത് കന്യാകുമാരിയാണ് കേട്ടോ. ഇതാണ് ഇത് മക്കളെ കന്യാകുമാരി കേട്ടോ. ഇതാണ് ഇത് കന്യാകുമാരി. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സ്ഥലമാണ്, ഇതാണ് സുന്ദർബൻ ഡെൽറ്റ. ഈ ഒരു പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ. ഈ 3 പോയിന്റുകൾ നിങ്ങൾ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആദ്യം പഠിച്ചു വെക്കണം. റാൺ ഓഫ് കച്ച്, കന്യാകുമാരി, സുന്ദർബൻ ഡെൽറ്റ. ഈ 3 പോയിന്റുകൾ പഠിച്ചു വെക്കണം. അങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനെ കുറിച്ച് ഓരോ 3 പോയിന്റുകൾ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഒന്ന്, ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിനെ കുറിച്ചാണ്. റാൺ ഓഫ് കച്ച് മുതൽ, ഫ്രം റാൺ ഓഫ് കച്ച് ടു കന്യാകുമാരി അല്ലെ? റാൺ ഓഫ് കച്ച് മുതൽ എവിടെയാണ്? കന്യാകുമാരി വരെയാണ്. അത് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ അടുത്ത നോക്കിയോളി, ഇതിലെങ്ങനെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്, അതാണ് വെസ്റ്റേൺ ഗാർഡ്സ്. അപ്പൊ ഇവിടെ ഉള്ളതാണ് അറബിക്കടൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത് ഇൻ ബിറ്റ്വീൻ ഏതാണ്ട് വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ഈ അറേബ്യൻ സീ. അറബിക്കടലിനും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗാർഡ്സിനും ഇടയിലാണ് ആരുള്ളത്? ഈ പറയുന്ന വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഈ ഭാഗത്തൂടെ ഇതേപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇൻ ബിറ്റ്വീൻ ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, ഈസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ബേ ഓഫ് ബംഗാൾ. ഈ പറഞ്ഞ ബംഗാൾ ഉൾക്കടലിനും അതുപോലെ തന്നെ ഈസ്റ്റേൺ ഗാർഡ്സിനും ഇടയിലാണ് ആരുള്ളത്? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ കിഴക്കൻ തീരസമതലം. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത പോയിന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുക, ഈ ചിത്രത്തിന്റെ നോക്കിയോളി, തീരപ്രദേശത്തിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ വീതി വളരെ കുറവാണ്. കണ്ടോ, ഇവിടെ വീതി ഇല്ല അല്ലെ? ഇവിടെയാണെങ്കിലോ ഈ കടൽ തീരത്തിന് നല്ല വീതി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത് കമ്പാരിറ്റീവ്ലി എന്താണ്? നാരോ ആണ്, അല്ലെങ്കിൽ അവിടെ വീതി എന്താണ്? വീതി കുറവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെയാണെങ്കിലോ അത് ഇതെന്താണ്? വൈഡ് ആണ്, അത് വലുതാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും കേട്ടോ. താരതമ്യേന വലുതാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ സിമ്പിൾ ആണ്. അപ്പൊ ഇത്തരത്തിലേക്കുള്ള പോയിന്റുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ആദ്യം മാപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. മാപ്പിൽ ആ ചിത്രം കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? ഡിസ്ക്രിപ്ഷനിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ കേട്ടോ. കാരണം ജോഗ്രഫിയിൽ മാപ്പ് ഇമ്പോർട്ടന്റ് ആണ്. മാപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. അത് ഇതുപോലെ തന്നെ ചെയ്യണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ. അപ്പൊ ഇതിനകത്ത് ഓരോന്നും ഒരു 3 പോയിന്റ് വീതം ഓരോന്നും പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓരോന്നും സിമ്പിൾ പോയിന്റുകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞ 3 പോയിന്റുകളൊക്കെ സിമ്പിൾ പോയിന്റുകളാണ്. ആ 3 പോയിന്റുകൾ എന്ത് ചെയ്തോളാം? ആദ്യത്തെ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളാം. ഫുൾ പോയിന്റ് തന്നെ പഠിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ മിനിമം 3 ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചോളാം. കാരണം എക്സാമിനൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് മക്കൾ മനസ്സിലാക്കിയേക്കുക. ഇനി അടുത്തത് ഇതിനകത്ത് നോക്കിയോളൂ, ഇതിന്റെ മലയാളം കൂടി നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് കേട്ടോ. മലയാളം കൂടി അവിടെ കാണുന്നുണ്ട് മക്കളെ. അടുത്തത് ഏറ്റവും പ്രധാനമായിട്ട് മക്കളെ എക്സാമിന് ചോദിക്കുന്നതാണ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. പശ്ചിമ അസ്വസ്ഥതയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. നിർബന്ധമായി പഠിച്ചോളാം. അപ്പോൾ പശ്ചിമ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഏത് ഭാഗമാണ്? ഈ പറയുന്ന നമ്മുടെ മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇവിടെയാണ് മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ കടലിന് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യക്കകത്തേക്ക് ഒരു സൈക്ലോൺ വരുന്നുണ്ട്. അതായത് നല്ല തണുപ്പുള്ള, ഇന്ത്യയിൽ
മഞ്ഞുള്ള കാലത്ത്, ശൈത്യകാലത്ത് ഈ പറയുന്ന ഇവിടുന്ന് കേട്ടോ, ഈ പറയുന്ന മെഡിറ്ററേനിയൻ സീന്ന് ഒരു കാറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം, ഈ പറഞ്ഞ നോർത്ത് വെസ്റ്റ്, ഈ നിലവിലെ പഞ്ചാബ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ഭാഗത്ത് എന്ത് ചെയ്യും, ഈ കാറ്റെത്തും. അവിടെ ശക്തമായ മഴയിലേക്ക് എന്ത് ചെയ്യും, പെയ്യും. അപ്പോൾ ഓൾറെഡി അവിടെ കിട്ടുന്നത് പകൽ സമയത്ത് ചൂടുണ്ടാവും, അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ തണുപ്പുണ്ടാവും. അതുകൂടാതെ എന്ത് ചെയ്യും, മഴയും കൂടി വരും. ഈ മൂന്നും കൂടിയ കാലാവസ്ഥ. ആ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്നുള്ള പേര് ഒരു അസ്വസ്ഥത എന്നാണ്. പക്ഷെ അസ്വസ്ഥതയല്ല, അത് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ സമയത്ത് നല്ല തരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൃഷിക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് ഗോതമ്പ് കൃഷിയൊക്കെ വ്യാപകമായിട്ട് അവിടെ ഉണ്ടാവാനുള്ള കാരണം. പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ ഗോതമ്പ് കൃഷിക്ക് അനുകൂലമാകുന്ന ഒരു കാലാവസ്ഥയാണ് ഇത് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസിലൂടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ നോക്കണേ, ദ സൈക്ലോൺസ് ഒറിജിനേറ്റിംഗ്, അവിടെ പറയുന്നുണ്ട് ദ സൈക്ലോൺസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ മെഡിറ്ററേനിയൻ സീ ഡ്യൂറിംഗ് വിന്റർ ഗ്രാജുവലി ഷിഫ്റ്റ് ടുവേർഡ്സ് ദ ഈസ്റ്റ് ആൻഡ് റീച്ചസ് ഇൻ ഇന്ത്യ എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. ഈ പറയുന്ന ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം കിഴക്കോട്ട് നീങ്ങുകയും ഇന്ത്യയിൽ എത്തുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ എന്താണ്, ദിസ് കോസസ് വിന്റർ റെയിൻഫാൾ ഇൻ ദ നോർത്തേൺ പ്ലെയിൻസ് എസ്പെഷ്യലി ഇൻ ദ പഞ്ചാബ് റീജിയൻ ഇറ്റ്സ് ബെനിഫിഷ്യൽ ഫോർ വിന്റർ ക്രോപ്സ്. അങ്ങനെ ഇത് ഉത്തര സമതലങ്ങളിൽ എത്തുകയും അങ്ങനെ പഞ്ചാബിൽ ശൈത്യകാലത്ത് ശക്തമായ മഴ ലഭിക്കാൻ കാരണമാകുന്നു. അങ്ങനെ ശൈത്യകാല വിളകൾക്ക് ഇത് പ്രയോജനപ്പെടുന്നു. എക്സാമ്പിൾ നമ്മുടെ ഗോതമ്പ് ഒക്കെയാണ്. അപ്പൊ ഇത്രയുമാണ് മക്കളെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു സെഷനിലൂടെ ഞാൻ മാക്സിമം ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനിയും ഇതിനകത്ത് ചോദ്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്ന ദിവസങ്ങളിലുള്ള ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ മക്കളെ എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട് വേണമെങ്കിൽ സൈലത്തിന്റെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഞാൻ ഒരാളെ നിർബന്ധിക്കില്ല. പക്ഷേ സൈലത്തിന്റെ ആപ്പിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ഒരു സ്ട്രെസ്സും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ യൂട്യൂബിലെ ക്ലാസ് കാണുന്ന ആൾക്കാരെങ്കിൽ അങ്ങനെ, അല്ലാതെ ആപ്പിലൂടെ കാണാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വരിക. ഒരു സ്ട്രെസ്സും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. സോ മക്കൾസ് എല്ലാ ആൾക്കാർക്കും കാണാം. സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുക. നിർബന്ധമായിട്ടും നിങ്ങൾ ഇത്രയും സമയം ഞാൻ ക്ലാസ് എടുത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ അവിടെ രേഖപ്പെടുത്തണം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ നിങ്ങൾ ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യും എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജെസി സാർ നിർത്തുകയാണ്. സോ ബൈ മക്കളെ, ബൈ.